നമസ്കാരം, എൻ്റെ പേര് ശരത്, കെമിസ്ട്രി സാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ലീവാണ്. ഇന്ന് എൻ്റെ ഈ പീരീഡ് PT കളിക്കാനുള്ള ശ്രമത്തിലാണ് എൻ്റെ സ്റ്റുഡൻസ്. അത്ര എന്തെങ്കിലും ഉടായ്പ കാണിച്ച് അവന്മാർക്ക് PT നേടണം. അതാണ് അവന്മാരെ മെയിൻ ലക്ഷ്യം. പഠിത്തം സയൻസ് ഇത് പഠിക്കാൻ നല്ലതാണ് പറഞ്ഞത്. എന്തിനാ പറഞ്ഞത്? അത് വിട്, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. തൽക്കാലം ഇത് പോകുന്നതാണ്. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി അടുത്ത് 3ാമത്തെ പീരീഡാണ്. ശരത് സാറൊന്നും വന്നില്ല. ഞാനും അംജിത്തും കൂടെ പോയി മാഡത്തിനെ കണ്ടിട്ട് ഈ പീരീഡ് PT മീറ്റിംഗ് ആണെന്ന് പറയും. PT ആണെന്ന് പറയും. അപ്പം നീ വേണം PT എന്ന് എഴുതാൻ. അല്ലാതെ പോയി കെമിസ്ട്രി എന്നൊന്നും എഴുതി വെക്കല്ലേടാ എൻ്റെ പൊന്നെണ്ണ. അതൊക്കെ ഓക്കെ. സാറൊന്നും എന്ത് ചെയ്യും? അങ്ങനെ വന്നാൽ നീ പറയണം. കഴിഞ്ഞ മാസം നമുക്ക് ഒരു PT പോലും കിട്ടിയില്ല. മിക്ക PT പീരീഡും കെമിസ്ട്രി ക്ലാസ്സാണ്. അതുകൊണ്ട് ശരത് സാറെ എന്നെ പറഞ്ഞ് ഈ പീരീഡ് PT എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മതി. കണ്ടില്ലേ, ഞാൻ പോലും അറിയാതെ എന്തൊക്കെയാണ് ഇവന്മാർ പറയുന്നതെന്ന്. ഇതൊക്കെ വിശ്വസിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്തായാലും ഇല്ലേനൊന്നും. എടാ ഗോകുലേ, അംജിത്തെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഇത് നടക്കാൻ പോണില്ല. നീ എന്തോ പറയണ? ഇവന്റെ വാക്കും കേട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? നിനക്കറിയാമല്ലോ ഇന്നത്തെ കാര്യം എങ്ങനെയാണെന്ന്. എല്ലാവർക്കും ബാധിക്കും ഇതുപോലെ പണിയൊന്ന. ഒന്നാമത്തെ ദിവസം ഞാൻ സ്കൂൾ ലീഡറാണ്. ചിരി, നീ ആകെ ചിരി. പണി വരുമ്പോഴേ നീയൊക്കെ തന്നെ കൂടിയാൽ മതി. ഞാനൊന്നും കാണൂല. ഇപ്പോഴേ പറഞ്ഞേക്കാം, നീയും നോക്കിക്കോ. പോടെ ഒന്ന് പോ. അവൻ വേണ്ട, നമുക്ക് നോക്കാം, നമുക്ക് ചോദിക്കാം. അവന് വീട്ടിൽ വയ്ക്കാൻ വയ്യല്ല, നമുക്ക് നോക്കാം. അംജിത്തെ, നീ വിചാരിക്കണം അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന്. അല്ല, ഇവൻ പറയണാരി എന്തെങ്കിലും നടന്നിട്ട് തന്നെ ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം കാര്യം. ഞാൻ എക്സാമ്പിൾ സഹിതം കാര്യം പറഞ്ഞുതരാം. അല്ലാതെ ഇവൻ പറയും പോലെ ഒന്നുമല്ല കാര്യം. ആദ്യത്തെ കാര്യം, ക്ലാസ് തുടങ്ങിയിട്ട് അവിടെ 2 ആഴ്ച ആയുള്ളൂ. പിന്നെ ഏത് കണക്കിൽ കഴിഞ്ഞ മാസം മുന്നേ നമുക്ക് PT പീരീഡ് കിട്ടിയില്ല എന്ന് പറയുന്നത്? നടക്കണ കാര്യം തന്നെ. നീ പറ. എക്സാമ്പിൾ, ശരത് സാർ ഒന്നും വന്നില്ല. അപ്പം PT കളിക്കാനുള്ള ശ്രമത്തിൽ നമ്മള് നീ എവിടെ പോണ്ടേ? ഇല്ലടാ, ഞാൻ എന്താ ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു. അവനെ അടുത്ത പീരീഡ് ഗ്രാമറാണ്. സാം സാർ വരും എന്ന് പറഞ്ഞു കേട്ടാ. ശരി. ഗ്രാമർ സോനു ഇങ്ങ് വാ. എടാ, ചരിത്രം നീയായിട്ട് മാറ്റി കുറിക്കാൻ നിൽക്കണ്ട. അതങ്ങനെ തന്നെ നടക്കട്ടെ. ഇപ്പൊ നോക്കിക്കോ നടക്കാൻ പോണ എന്തെന്ന്. എന്നാ സാക്കി എവിടെ ഗ്രാമർ കീ എവിടെ? അതായിരുന്നാ എടാ, ഗ്രാമർ കീ എടുത്തോണ്ടിരുന്നപ്പോ നീ എന്തുവാടാ എടുത്തോന്ന് വന്നിങ്ങനെ? സാറേ ഇത് കേൾക്കണം. ഗ്രാമർ കീ എടുത്തോണ്ടിരാൻ പറഞ്ഞപ്പോ ഇവൻ സ്റ്റാഫ് റൂമിന്റെ താക്കോലും എന്റെ വണ്ടിയുടെ താക്കോലും എടുത്തോണ്ട് വന്നിരിക്കുന്നു. അവൻ വരെയാണ്. നീയൊക്കെ 2 ചിരിച്ചുകളായില്ലേ? Take me higher to the stars. ഒരാവശ്യമില്ലായിരുന്നു. എന്ത് പറ്റിയിട ഷനു? കീ കിട്ടിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം, നാളെ എന്തായാലും ശരത് സാർ വരും. ഇതിനെക്കുറിച്ച് സ്റ്റാഫ് റൂമിൽ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. പിന്നെ അതായിരിക്കും നാളെ മൊത്തം പ്രശ്നം. നോയിക്കോ, അല്ലെങ്കിൽ നടക്കാൻ പോണെന്തെന്ന്. പോടാ, ആണ്ടവനെ നമ്മ പക്കം ഇരിക്കാ. കണ്ടാ മതി. ഇത്രേ ഉള്ളു. നീ ഇതാണ് നിന്റെയൊക്കെ വലിയ ധൈര്യശൈലികളല്ലേ? ഈ ധൈര്യം വെച്ചോണ്ടാണ് നീയൊക്കെ സാറിന്റെ അടുത്ത് PT തരണേ സാറേ എന്ന് ചോദിക്കാൻ പോണത്. ധൈര്യം കാണിച്ചാ പോലെ. ധൈര്യം കാണിച്ചു കൂടി ഇപ്പൊ തരും. ബാക്കിയുള്ള പിള്ളേർ എവിടെയാ? അറിഞ്ഞൂടെ സാറേ. ഈ ഡെസ്റ്റർ ആരാ എറിഞ്ഞു കളിച്ച? ഗോകുലിന്റെ പേര് പറയട്ടോ. PT ചോദിക്കാൻ പറ്റിയ സമയം.
മെഗാസ്റ്റർ എറിഞ്ഞ് കളിച്ചേ? പെട്ട്. ആരാണോ എന്തോ, എന്തായാലും നമ്മളല്ല, നീ ആണോടാ? എടാ പോടാ, നമ്മളങ്ങനെ ചെയ്യൂ? നമ്മളങ്ങനെ ചെയ്യോ? വേറെ വല്ലവരും ആയിരിക്കും. ഡേറ്റില്ല. ആ മെഗാസ്റ്റാറും കംപ്ലീറ്റ് ആക്ടറിന്റെ എണീറ്റേ. അതിന് നമ്മളല്ലല്ലോ. ചീ എണീക്കടാ. അളിയപ്പെട്ടു. ഡേയ് സോനു, ഇപ്പൊ മാർക്ക് കിട്ടൂടാ. ഈസി പൂസി. ഡേയ് പെട്ടല്ല. നീ പോടാ. നിന്ന് കഥകളി കളിക്കാതെ പറയടാ. അളിയ ഞാൻ രണ്ടും കൽപ്പിച്ചൊരു നമ്പർ ഇടും, കൂടെ ഇന്ന് കൊള്ളണം. അത് ഞാൻ സാറേ ഞാനാണ് ചെയ്തത്. അയ്യോ സാറേ, അവന് വേറെ എല്ലാ അസുഖമുള്ളതുകൊണ്ട് സാറേ അവനൊന്നും ചെയ്യല്ലേ സാറേ. അളിയ പൊളിച്ച് 3 നേരം. സാറേ അവന് 3 നേരം അരി കൊടുക്കില്ലേ സാറേ, അവൻ പാവമാണ് സാറേ. പോടാ, 3 നേരം മരുന്ന്. സാറേ അവൻ 3 നേരം കഴിക്കുന്നുണ്ട് സാറേ, അവനൊന്നും ചെയ്യല്ലേ സാറേ പ്ലീസ്. അയ്യോ നോക്കടാ, അവൻ ചിരിക്കണ നോക്ക്. ഡേയ് വേണ്ട, നമുക്ക് അവനെ ഇന്റർവെല്ലിന് തൂക്കാം.